ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഒക്കേഴ്സ് ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ്. ആംപ്ലിഫയേഴ്സിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസ്റ്റോഷൻ ആണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. അത് മെയിൻലി ഒക്കർ ചെയ്യുന്നത് ക്ലാസ് ബി ആംപ്ലിഫയേഴ്സിലാണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ക്ലാസ് ബി ആംപ്ലിഫയർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ, കറക്റ്റ് എക്സ് ആക്സിസിലായിരിക്കും ക്യൂ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ട്രാൻസിസ്റ്റർ മാത്രം ഒരു സമയം കണ്ടക്ട് ചെയ്യുന്നു ക്ലാസ് ബിയുടെ കേസിൽ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് ആംപ്ലിഫയർ കണ്ടക്ട് ചെയ്യുക. അതിനിടയിലുള്ള ഒരു സ്വിച്ചിങ് ടൈം വരും. ആ സ്വിച്ചിങ് ടൈമിനിടയിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റോഷൻ ആണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. അത് കൂടുതലായിട്ടും ഒക്കർ ചെയ്യുന്നത് ക്ലാസ് ബി പവർ ആംപ്ലിഫയേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാം. കാരണം ഇതിന്റെ ഡിസ്റ്റോഷൻ വരുന്നത് ശരിക്കും ആ സീറോ ക്രോസിംഗ് പോയിന്റിലായിരിക്കും. ക്ലാസ് ബിയുടെ ഈ ഒരു ഡിസ്റ്റോഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എ ബി പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മില്ലർ കപ്പാസിറ്റൻസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഇവിടെ പറയുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സിലെ മില്ലർ കപ്പാസിറ്റൻസിനെ പറ്റിയാണ്. നമുക്ക് ആദ്യം ഈ മില്ലർ കപ്പാസിറ്റൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എടുക്കുന്നു. ഓക്കെ, ദെൻ നമുക്കറിയാം ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടാവും. ഇത് ഒരു എമിറ്റർ റെസിസ്റ്റർ ആണ്. ഇവിടെ നമ്മൾ VCC കളക്ടറിൽ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയാണ് R ഔട്ട് ഉണ്ടാവുക. പിന്നെ നമ്മൾ അവിടെ നിന്നായിരിക്കും കളക്ടറിൽ നിന്നായിരിക്കും ഔട്ട്പുട്ട് എടുക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ബേസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിൽ എന്തുണ്ട്, ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ഉണ്ടെന്ന്. ബേസിനും കളക്ടറിനും എക്രോസും, അതേപോലെ തന്നെ ബേസിനും എമിറ്ററിനും എക്രോസും. ഓക്കെ, ഇവിടെ രണ്ട് കപ്പാസിറ്റർസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ എഫക്റ്റില് നമ്മുടെ CCB കപ്പാസിറ്റൻസ് നമ്മുടെ ആംപ്ലിഫയറിന്റെ എന്താണ് ഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം ഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ കളക്ടറിനും ബേസിനും എക്രോസ് ഉള്ള കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി FHന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/C ഇൻപുട്ട് ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു C ഇൻപുട്ട് ഹയർ ആയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താവും, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇവിടെ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടെത്താനാണ്. ഇറ്റ് ഇൻക്രീസസ് ദ ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് റൈറ്റ് ആണ്. ഇൻപുട്ട് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിക്രീസസ് ദ ഇൻപുട്ട് കപ്പാസിറ്റൻസ്, അത് റോങ് ആണ്. സോ ഓപ്ഷൻ ബി വരും ആൻസർ. ബാക്കി ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇറ്റ് ഡിക്രീസസ് ദ ഗെയിൻ അറ്റ് ഹൈ ഫ്രീക്വൻസി, അത് ശരിയാണ്. ഡിക്രീസസ് ദ ഗെയിൻ അറ്റ് ഹൈ ഫ്രീക്വൻസി. അതേപോലെ തന്നെ ഇറ്റ് ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്, ഔട്ട്പുട്ട് കപ്പാസിറ്റൻസിന്റെ ലെവലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതും കറക്റ്റ് ആണ്. ഇവിടെ റോങ് ആയിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ബി ആണ്. സോ ഇറ്റ് ഡിക്രീസസ് ദ ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇൻക്രീസ് ഇൻ ദ ബേസ് റീകോമ്പിനേഷൻ ഓഫ് എ BJT വിൽ ഇൻക്രീസ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. അതായത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇൻക്രീസ് ഇൻ ദ ബേസ് റീകോമ്പിനേഷൻ ഓഫ് ദ BJT വിൽ ഇൻക്രീസ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. അതായത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ബേസ് കറണ്ട് IB ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അപ്പോ കളക്ടർ കറണ്ട് IC എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ നമ്മുടെ എന്താണ്, ബീറ്റയാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അതിന്റെ ഇക്വേഷൻ എന്താണ്, IC/IB എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു IB കൂടി അതേപോലെ IC കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, IB കൂടുന്നതിനനുസരിച്ച് ബീറ്റയുടെ വാല്യൂ കുറയും. അപ്പോ നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് BVCEO എന്ന് പറയുന്നത് കൂടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. പിന്നെ അതേപോലെ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ ദ കോമൺ എമിറ്റർ DC കറണ്ട് ഗെയിൻ ബീറ്റ ഇൻക്രീസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അല്ല. IB കൂടുമ്പോൾ ബീറ്റ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് ഇത് റോങ് ആണ്. ദ യൂണിറ്റി ഗെയിൻ കട്ട് ഓഫ്
FT യൂണിറ്റി ഗെയിൻ കട്ട് ഓഫിന്റെ കാര്യമാണ്, ഫ്രീക്വൻസിയുടെ കാര്യമാണ് പറയുന്നത്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ട്രാൻസ് കണ്ടക്ടൻസിന്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ GM ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു Cπ പ്ലസ് Cμ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ IC കുറയുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നു, കളക്ടർ കറണ്ട് IC കുറയുമ്പോൾ ട്രാൻസ് കണ്ടക്ടൻസ് GM കുറയുന്നു. അതേപോലെ തന്നെ FT എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഇവിടെ കുറയുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ല, ഇവിടെ ഡിക്രീസ് ആണ് വരുന്നത്. അതേപോലെ ഇൻക്രീസ് ഇൻ GM അല്ല വരിക, GM-ഉം ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ട്രാൻസ് കണ്ടക്ടൻസ് ഇവിടെ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ റൈറ്റ് ആയിട്ട്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The current gain of common base amplifier is represented by. Common base amplifier ന്റെ current gain എന്താണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എന്താണ്? ആൽഫ എന്നുള്ളതാണ് ആൻസർ വരിക. കോമൺ ബേസ്, കോമൺ കളക്ടർ, കോമൺ എമിറ്റർ, ഈ മൂന്ന് കോൺഫിഗറേഷന്റെയും കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കോമൺ ബേസിന്റെ ആൽഫ, കോമൺ എമിറ്ററിന്റെ ബീറ്റ, കോമൺ കളക്ടറിന്റെ ഗാമ. ഇതിന്റെ ഇക്വേഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ആൽഫയുടെ ഇക്വേഷൻ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് IC ബൈ IE വരും. ബീറ്റയുടെ IC ബൈ IB വരും. ഗാമയുടേത് IE ബൈ IB വരും. അതേപോലെ ഇത് തമ്മിലുള്ള റിലേഷനും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ ആണ്. ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആണ്. ഗാമ ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ ആൽഫ എപ്പോഴും ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും വരിക. ബീറ്റ എപ്പോഴും വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആ വരിക. ഗാമ എന്ന് പറയുന്നത് ബീറ്റയേക്കാൾ ലാർജ് ആയിരിക്കും. ഏറ്റവും ലാർജ് വാല്യൂ വരിക കോമൺ കളക്ടർ ആംപ്ലിഫയറിലെ ഗാമ ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് ആൻ ആംപ്ലിഫയർ ഹാവിംഗ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ആംപ്ലിഫയേഴ്സ് കാസ്കേഡ് വെച്ചിരിക്കുന്നതാണ്. അത് 1 സ്റ്റേജ് അല്ല, 2 സ്റ്റേജ് അല്ല, 2 or more സ്റ്റേജസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. കാസ്കേഡിംഗ് ഓഫ് ആംപ്ലിഫയേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസിസ്റ്റർ കണക്റ്റഡ് ഇൻ CB കോൺഫിഗറേഷൻ ഹാസ്. കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കോമൺ ബേസ് ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിന് ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് വെരി ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആയിരിക്കും. വെരി ലോ ഇൻപുട്ട് ഇമ്പിഡൻസും വെരി ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആയിരിക്കും. ഇവിടെ നമുക്കത് നോക്കാം. എ ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, അത് കറക്റ്റ് ആണ്. എ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ല, റോങ് ആണ്. എ ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് അല്ല, ഹൈ ഔട്ട്പുട്ട് ആണ്. ഓപ്ഷൻ ഡി എ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ല, ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസും അല്ല. സോ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ. മറ്റു കോൺഫിഗറേഷനിൽ എങ്ങനെയാ വരുന്നത്? കോമൺ ബേസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കോമൺ എമിറ്ററിന്റെ കേസ്, കോമൺ കളക്ടറിന്റെ കേസ്, 3 കേസ് ആണല്ലോ ഉള്ളത്. ഇതിൽ ഇൻപുട്ട് ഇമ്പിഡൻസിന്റെയും ഔട്ട്പുട്ട് ഇമ്പിഡൻസിന്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ബേസിൽ ലോ ആയിരിക്കും. അതേപോലെ തന്നെ കോമൺ എമിറ്ററിലും എന്തായിരിക്കും? ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. പക്ഷെ ബേസിനേക്കാൾ കൂടുതൽ കാണും. വെരി ലോ എന്ന് പറയുന്നത് കോമൺ ബേസിലായിരിക്കും. കോമൺ കളക്ടറിന്റെ സ്പെസിഫിക്കേഷൻ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ്. അതുകൊണ്ട് തന്നെ അത് ബഫർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ കോമൺ എമിറ്ററിന്റെ കേസിൽ ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. കോമൺ ബേസിന്റെ കേസ് പറയുകയാണെങ്കിൽ വെരി ഹൈ ആണ്. വെരി ലോ ഇൻപുട്ട് ഇമ്പിഡൻസും വെരി ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ്. അതേപോലെ തന്നെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിന്റെ കാര്യം, ആൽഫ ബീറ്റ ഗാമയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. വോൾട്ടേജ് ഗെയിനിന്റെ കാര്യം, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ മീഡിയം ആയിരിക്കും, ഇവിടെയും മീഡിയം ആയിരിക്കും. നമ്മുടെ കോമൺ ബേസിന്റെ കേസിൽ മീഡിയം, അതുപോലെ കോമൺ എമിറ്ററിന്റെ കേസിൽ മീഡിയം, ഇവിടെ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഓക്കെ, കറണ്ട് ഗെയിനിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും കോമൺ ബേസിന്റെ കേസിൽ. അതേപോലെ ഹൈ ആയിരിക്കും കോമൺ എമിറ്ററിൽ, അതേപോലെ ഇവിടെയും കോമൺ കളക്ടറിലും ഹൈ ആയിരിക്കും. ഈ ഫാക്ടേഴ്സ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. എ ട്രാൻസിസ്റ്റർ കണക്റ്റഡ് ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഹാസ് എ ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ PNP ട്രാൻസിസ്റ്റർ വിത്ത് നോർമൽ ബയാസ്, PNP ട്രാൻസിസ്റ്റർ വിത്ത് നോർമൽ ബയാസിൽ എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ഡി നോക്കുക. ഓപ്ഷൻ ഡി, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ വരിക. നമുക്കറിയാം, ഒരു PNP ട്രാൻസിസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബയാസിങ്ങിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? PNPയിൽ ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ പോർഷൻ. അതിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് ബയാസ് ആയിട്ടായിരിക്കും കൊടുക്കുക. ഈ പോർഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്, അതായത്
ഈ പിക്ക് നേരെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് സപ്ലൈ കൊടുക്കുക, അങ്ങനെയാ വരിക. അപ്പൊ എന്താണ്, ഇതാണ് ഒരു നോർമൽ ബയാസ് കണ്ടീഷൻ. അത് ഓപ്ഷൻ ഡി പറയുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാം, ഓപ്ഷൻ എ നോക്കാം. ഓൺലി ഹോൾസ് ക്രോസ് ദ കളക്ടർ ജംഗ്ഷൻ. കറക്റ്റ് അല്ല, 2 കാരിയേഴ്സും ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്ഷൻ ബി ഓൺലി മെജോറിറ്റി കാരിയേഴ്സ് ക്രോസ് ദ കളക്ടർ ജംഗ്ഷൻ. അതും റോങ് ആണ്. ഓപ്ഷൻ സി ദ കളക്ടർ ജംഗ്ഷൻ ഹാസ് ലോ റെസിസ്റ്റൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കളക്ടർ ജംഗ്ഷന് ലോ റെസിസ്റ്റൻസ് എന്നാണ്. നമുക്കറിയാം ഒരു സർക്യൂട്ട് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റി വളരെ ലോ ആയിരിക്കും. റിവേഴ്സ് ബയാസ് ആണെങ്കിൽ കണ്ടക്ടിവിറ്റി വളരെ ലോ ആയിരിക്കും, റെസിസ്റ്റിവിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ഹൈ ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോ എന്നാണ്, അപ്പൊ റൈറ്റ് അല്ല, റോങ് ആണ്. ലോ റെസിസ്റ്റിവിറ്റി വരുന്നത് നമ്മുടെ എമിറ്റർ ബേസ് ജംഗ്ഷനിലാണ്. അവിടെ കാരണം ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി കൂടുതലും റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ട്രാൻസിസ്റ്റർ ആക്ഷൻ. ഇവിടെയും ട്രാൻസിസ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബേസ് റീജിയൻ മസ്റ്റ് ബി ലോ നാരോ. അതാണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എമിറ്റർ എന്ന് പറയുന്നതും ബേസ് എന്ന് പറയുന്നതും. എമിറ്റർ, ബേസ്, കളക്ടർ. അതിൽ എമിറ്റർ എന്ന് പറയുന്നത് കളക്ടറിനേക്കാൾ ചെറുതായിരിക്കും. ഏറ്റവും വലിയ റീജിയൻ കളക്ടർ ആണ്, ഏറ്റവും ചെറുത് ബേസ് ആണ്. ഇതിന് രണ്ടിനും മിഡിലായിട്ട് നിൽക്കും എമിറ്റർ. ഇവിടെ പറയുന്നത് ബേസ് റീജിയൻ മസ്റ്റ് ബി നാരോ. കറക്റ്റ് ആണ്, ബേസ് റീജിയൻ മസ്റ്റ് ബി നാരോ ആയിരിക്കണം. അതേപോലെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കളക്ടർ മസ്റ്റ് ബി ഹെവിലി ഡോപ്ഡ് ദാൻ എമിറ്റർ. അത് റോങ് ആണ്. എപ്പോഴും എമിറ്റർ ആയിരിക്കും ഹെവിലി ഡോപ്ഡ്. എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ബേസ് എന്ന് പറയുന്നത് ലെസർ ഡോപ്പിംഗ് ആയിരിക്കും. കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാ വരുന്നത്. ഓപ്ഷൻ ബി കളക്ടർ ബേസ് ജംഗ്ഷൻ മസ്റ്റ് ബി ഫോർവേഡ് ബയാസ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആണോ വരണ്ടേ? ഇത് റിവേഴ്സ് ബയാസും ഇത് ഫോർവേഡ് ബയാസും ആയിരിക്കും. കറക്റ്റ് വർക്കിംഗ് ഓഫ് ട്രാൻസിസ്റ്ററിന് ഇതാണ് കറക്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബേസ് റീജിയൻ മസ്റ്റ് ബി എൻ. ബേസ് റീജിയൻ എപ്പോഴും എൻ വരില്ല. പി എൻ പിയുടെ കേസിലാണെങ്കിൽ എൻ വരും. എൻ പി എന്നിന്റെ കേസിലാണെങ്കിൽ എങ്ങനെ വരും? ബേസ് റീജിയൻ പി ആണ് വരിക. സോ ഇതും റോങ് ആൻസർ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബേസ് റീജിയൻ മസ്റ്റ് ബി നാരോ. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ ആംപ്ലിഫയർ ദ കപ്ലിംഗ് കപ്പാസിറ്റർ ഈസ് യൂസ്ഡ്. നമ്മളൊരു ആംപ്ലിഫയർ എടുക്കുക. ഒരു ആംപ്ലിഫയറിൽ നമ്മൾ പഠിച്ചു ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്സിൽ എന്തൊക്കെയാ വരിക? ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് വരും. ഇവിടെ ഒരു എമിറ്റർ റെസിസ്റ്റർ വരും. അതിന് അക്രോസ് ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. ഇതാണ് ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിലും ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇൻപുട്ട് ബേസിന്റെ പോർഷനിൽ ഇൻപുട്ടിലും ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുക. ഈ ഇൻപുട്ട് കപ്പാസിറ്ററിനെയും ഈ ഔട്ട്പുട്ട് കപ്പാസിറ്ററിനെയും കൂടെ പറയുന്ന പേരാണ് എന്ത്? കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. ഈ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിന്റെ യൂസ് എന്തെന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കപ്ലിംഗ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അലോ ഡി സി ആൻഡ് എ സി വോൾട്ടേജസ് ടു ബി അപ്ലൈഡ് ടു ദ ട്രാൻസിസ്റ്റർ വിത്തൗട്ട് അഫക്റ്റിംഗ് ഈച്ച് അതർ. അതായത് ഒരു കപ്പാസിറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള നേച്ചർ തന്നെ നമുക്കറിയാം. എന്താണ് ഇത്? അലോ എ സി ആണ്. നമ്മുടെ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിന്റെ അലോ ചെയ്യും. അതിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്ത് കളയാൻ പറ്റും. അതേപോലെ ഡി സിയെ നമ്മളവിടെ ബ്ലോക്ക് ചെയ്യും. ഔട്ട്പുട്ടിലേക്ക് ഡി സി എത്തിക്കാനായിട്ട് നമ്മൾ ഡി സി അവിടെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഡി സി മിക്സിംഗ് വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ് തടയുക. ശരിക്കും ഈ പോർഷൻ ആണ് ഡി സിയെ ബൈപ്പാസ് ചെയ്ത് കളയുക. ഈ ഒരു ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ യൂസ് നമുക്കറിയാം. ഈ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന ഒരു എ സി സപ്ലൈയെ ഇത് ബൈപ്പാസ് ചെയ്ത് കളഞ്ഞിട്ട് ഡി സി നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കും. ഇതാണ് ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ ഡ്യൂട്ടി. പക്ഷേ ഈ സി ഔട്ട് ആൻഡ് സി ഇൻ എന്ന് പറയുന്ന കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഡി സി മിക്സിംഗ് വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേണ്ടിയിട്ടാണ്. അപ്പൊ ദാണ്ട് ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ടു പ്രിവെന്റ് ഡി സി മിക്സിംഗ് വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതേപോലെ നമുക്ക് ഒരു ഓപ്ഷൻ ഇങ്ങനെ വന്നിരുന്നുവെങ്കിൽ അതും റൈറ്റ് ആണ്. അലോ ഡി സി ആൻഡ് എ സി വോൾട്ടേജസ് ടു ബി അപ്ലൈഡ് ടു ദ ട്രാൻസിസ്റ്റർ വിത്തൗട്ട് അഫക്റ്റിംഗ് ഈച്ച് അതർ. അങ്ങനെ വന്നാലും എന്ത് തന്നെയാണ്? അത് റൈറ്റ് തന്നെയാണ്. ഇവിടെ ഓപ്ഷൻ ഡി ടു പ്രിവെന്റ് ഡി സി മിക്സിംഗ് വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളതാണ് റൈറ്റ് വരിക. So option D is the answer. Next question. The output voltage of a common emitter amplifier is. കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. എന്താണ്? അതിൽ ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് ഒരു ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ഇൻപുട്ട് ആയിരിക്കുമല്ലോ. കാരണം എന്താണ്? അത് നമുക്കറിയാം ആംപ്ലിഫയർ ആണ് കോമൺ എമിറ്റർ. പക്ഷെ ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആൻസർ നോക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ എ ആംപ്ലിഫൈഡ് എന്നാണ്. അത് കറക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. നെക്സ്റ്റ് ഓപ്ഷൻസ് കൂടെ ചെക്ക് ചെയ്യുക. ബി ഇൻവേർട്ടഡ് കറക്റ്റ് ആണ്. സി 180 ഔട്ട് ഓഫ്
ഫേസ് വിത്ത് ഇൻപുട്ട്, അതും കറക്റ്റ് ആണ്. സോ ഇത് മൂന്നും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടെ ആൻസർ വരിക. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരിക. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും വരുന്നുണ്ട്, ആംപ്ലിഫൈഡ് വേർഷനും ആണ്, ഇൻവേർട്ടഡും ആണ്. നമുക്ക് കോമൺ ബേസിന്റെയും കോമൺ കളക്ടറിന്റെയും കേസിൽ എങ്ങനെയാ വരിക? ആംപ്ലിഫൈഡ് വേർഷൻസ് ആയിരിക്കും, പക്ഷേ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. ഇൻപുട്ടിന്റെ അതേ ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക. സോ അതാണ് ആ കോമൺ ബേസിലും കോമൺ കളക്ടറിലുള്ള ഡിഫറൻസ്. പക്ഷെ കോമൺ എമിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. ഇവിടെ ഓൾ ഓഫ് ദ എബോവ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ നെയിം ഫോർ എ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ. യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയറിന്റെ അനദർ നെയിം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വോൾട്ടേജ് ഫോളോവർ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വോൾട്ടേജ് ഫോളോവർ എന്നാണ്. അതേപോലെ അതിന് മറ്റു പേരുകൾ എന്താന്ന് വെച്ചാൽ ബഫർ ആംപ്ലിഫയർ എന്ന് പറയാറുണ്ട്, അതേപോലെ തന്നെ ഐസൊലേഷൻ ആംപ്ലിഫയർ എന്നും പറയാറുണ്ട്. ഓക്കെ, അത് നമുക്കറിയാം. ഏതാണ് വോൾട്ടേജ് ഫോളോവർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. അതിന്റെ മറ്റൊരു പേരാണ് എമിറ്റർ ഫോളോവർ. എമിറ്റർ ഫോളോവർ. ഇവിടെ എന്താ പറയുന്നത്? എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് വോൾട്ടേജിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏകദേശം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്സ് സെയിം ആയിട്ട് വരും. അപ്പൊ നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? രണ്ടും ഏകദേശം ഈക്വലി വരുമ്പോഴത്തേക്കും വോൾട്ടേജ് ഫോളോവറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റി ആയിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുക. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, വോൾട്ടേജ് ഫോളോവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗെയിൻ ഓഫ് കാസ്കേഡഡ് ആംപ്ലിഫയർ ഈസ് ഈക്വൽ ടു. കാസ്കേഡഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പല ആംപ്ലിഫയേഴ്സ് കാസ്കേഡ് ചെയ്ത് വെക്കുന്നു, അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് വെക്കുന്നു. അങ്ങനെ വെക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗെയിൻ ഹൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ആംപ്ലിഫയേഴ്സ് കാസ്കേഡ് ചെയ്ത് വെക്കുന്നത്. ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വോൾട്ടേജ്, ഇൻഡിവിജ്വൽ ഗെയിൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. V1 V2 എത്ര സ്റ്റേജ് ഉണ്ടോ ആ സ്റ്റേജസിലേക്ക് ഒരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ടോട്ടൽ ഗെയിൻ കിട്ടുക. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. പിന്നെ പറയേണ്ടത് സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഗെയിൻസ് എന്ന് പറയുന്നത് ശരിയാവും. എവിടെയായിരിക്കും? ഗെയിൻ എന്ന് പറയുന്നത് DB-യിലാണ് പറയുന്നതുണ്ടെങ്കിൽ, ഗെയിൻ DB-യിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഗെയിൻ ഇൻ DB, ഓരോ ആംപ്ലിഫയേഴ്സിന്റെയും ഗെയിൻ ഇൻ DB എന്ന് പറയുന്നതിന് നമ്മൾ ആഡ് ചെയ്തായിരിക്കും പോവുക. സോ കോമൺ ആയിട്ട് ജനറൽ കേസിൽ ഇവിടെ പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ തന്നെയാണ് റൈറ്റ് ആൻസർ. പക്ഷേ ഗെയിൻ ഇൻ DB എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പറയായിരുന്നു എന്തായിരിക്കും? സം ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ എന്നുള്ളതായിരിക്കും ആൻസർ വരാന്ന്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner, click focus on what really matters.